നമസ്കാരം. ഒരു വശത്തു നിന്ന് എഴുതാൻ തുടങ്ങിയാൽ പേപ്പറിന്റെ മറുവശത്ത് അവസാനിക്കാത്ത ബിരുദങ്ങൾ ഉള്ളയാളാണ് അദ്ദേഹം. ജർമ്മനി, പാരീസ്, ജനീവ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്തിയ ബാക്ടീരിയോളജി വിദഗ്ധനായ ഡോക്ടർ പത്മനാഭൻ പൽപു. എന്നിട്ടും 20-ാം നൂറ്റാണ്ടിൽ പോലും അദ്ദേഹത്തിന് തിരുവിതാംകൂറിൽ ജോലി ലഭിച്ചില്ല. കാരണം ഈഴവനാണ് എന്നതായിരുന്നു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. ജാതീയ അസമത്വങ്ങൾക്കെതിരെ നിരന്തരം പോരടിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നാണ് ഡോക്ടർ പൽപുവിനെ സരോജിനി നായിഡു വിശേഷിപ്പിച്ചത്. ഒരു ജനുവരി 25 കൂടി കടന്നു പോകുമ്പോൾ ആ യുഗപുരുഷന്റെ 75-ാം ജന്മവാർഷികമാണ് കടന്നു പോകുന്നത്. കേരള അംബേദ്കർ എന്നറിയപ്പെടുന്ന ഡോക്ടർ പൽപുവിന്റെ ഐതിഹാസിക ജീവിതമാണ് ന്യൂസ് ഇൻ ഡെപ്തിൽ. ഈഴവൻ എന്ന സ്വത്വത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്റെ ഇടപെടലുകൾ നടത്തിയത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പത്രങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ തിരുവിതാംകൂട്ടുകാരനായ ഒരു തീയൻ എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം എഴുതിയത്. പിന്നീട് ഇത്തരം ലേഖനങ്ങളും കുറിപ്പുകളും സമാഹരിച്ച കേരളത്തിലെ തീയന്മാരോടുള്ള പെരുമാറ്റം എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ തീയ സമുദായം അനുഭവിച്ച വ്യത്യസ്തമായ സാമൂഹിക തിരസ്കരണത്തിന്റെയും ജാതി മേൽക്കോയ്മയുടെയും ചരിത്ര ശേഷിപ്പാണ് ഈ ഗ്രന്ഥം. തിരുവനന്തപുരം പേട്ടയിലെ നടുങ്ങോട് എന്ന ഈഴവ കുടുംബത്തിലാണ് പത്മനാഭൻ പൽപു എന്ന ഡോക്ടർ പൽപു ജനിച്ചത്. 1863 നവംബർ 2-നാണ് ജനനം. പിതാവ് പത്മനാഭൻ തിരുവിതാംകൂറിലെ ഈഴവരിൽ ആദ്യമായി ഇംഗ്ലീഷ് പഠിച്ച ഒരാളായിരുന്നു. കഴിവുണ്ടായിരുന്നിട്ടും അവർണൻ എന്ന ഒറ്റ കാരണത്താൽ പല ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും അദ്ദേഹത്തിന് വിലക്കുണ്ടായി. ഈഴവൻ അക്കാലത്ത് പൊതുവിൽ കള്ളുചെത്തൽ പോലുള്ള ജോലികളാണ് ചെയ്തിരുന്നത് എങ്കിലും ചിലർ വൈദ്യവൃത്തിയും ചെയ്തിരുന്നു. ഐക്യരവിളാകം തോപ്പിൽ വീട്ടിൽ മാതപ്പെരുമാളായിരുന്നു അമ്മ. അച്ഛൻ തന്നെയായിരുന്നു പൽപുവിന്റെ ആദ്യ ഗുരു. മണലിൽ എഴുത്തു പഠിച്ച ശേഷം 5-ാമത്തെ വയസ്സിൽ എഴുത്തിനിരുന്നു. പഠിത്തത്തിൽ അവർ സമർത്ഥനായിരുന്നു. 1875 ജൂലൈയിൽ ജെ ഫെർണാണ്ടസ് എന്ന സായിപ്പിന് കീഴിൽ വിദ്യാർത്ഥിയായി. എന്നാൽ കുടുംബത്ത് അക്കാലങ്ങളിൽ കടുത്ത ദാരിദ്ര്യമായിരുന്നു. 1878 മാർച്ച് മാസത്തിൽ 3-ാം ഫോറത്തിൽ പ്രവേശിക്കാനുള്ള പരീക്ഷ വിജയിച്ചു. തുടർന്ന് തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ പ്രവേശിച്ചു. ജ്യേഷ്ഠൻ വേലായുധനും ചേർന്നു. അദ്ദേഹത്തോടൊപ്പം അവർണർക്കായി നീക്കിയിട്ടിരുന്ന ബെഞ്ചിലിരുന്നായിരുന്നു പഠനം. ഫെർണാണ്ടസ് സാഹിബ് പൽപുവിന്റെ അവസ്ഥ കണ്ട് ഒരു നേരത്തെ ഭക്ഷണം നൽകി സഹായിച്ചു. 1883 മെട്രിക്കുലേഷൻ പരീക്ഷ വിജയിച്ചു. എന്നാൽ ജ്യേഷ്ഠൻ വേലായുധൻ ഉപരിപഠനത്തിനായി ചേർന്നതിനുണ്ടായ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ പൽപു കോളേജിൽ ചേർന്നില്ല. പക്ഷെ പലയിടത്തും ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്ത് അദ്ദേഹം ചിലവിനുള്ള തുക കണ്ടെത്തി. അങ്ങനെയാണ് അടുത്ത വർഷം കോളേജിൽ ചേർന്നത്. ഒരു ഡോക്ടർ ആകണം എന്നായിരുന്നു പൽപുവിന്റെയും കുടുംബത്തിന്റെയും ആഗ്രഹം. ഇന്നത്തെ എൻട്രൻസ് പരീക്ഷയ്ക്ക് സമാനമായിരുന്നു അന്ന് വൈദ്യശാസ്ത്ര പരിശീലനത്തിനായി തിരുവിതാംകൂർ സർക്കാർ നടത്തുന്ന പരീക്ഷ. ഇതിൽ 4-മനായി എത്തിയെങ്കിലും വയസ്സ് അധികമായി എന്ന കാരണം പറഞ്ഞ് പ്രവേശനം നിഷേധിച്ചു. പക്ഷേ യഥാർത്ഥ കാരണം ജാതിയായിരുന്നു. കള്ളുചെത്തേണ്ട ഈഴവൻ അങ്ങനെ ഡോക്ടർ ആകേണ്ട എന്ന അന്നത്തെ ജാതി പ്രഭുക്കന്മാരുടെ ഹീനമായ മനോഭാവം തന്നെയായിരുന്നു പ്രശ്നം. ഇത് പിൽക്കാലത്ത് താൻ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി ഡോക്ടർ പൽപു തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പൽപു മദ്രാസ് മെഡിക്കൽ കോളേജിൽ ചേർന്നു. ജ്യേഷ്ഠൻ വേലായുധൻ മദ്രാസ് സർക്കാരിന്റെ കീഴിൽ ക്ലർക്കായി ജോലി നേടിയിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രോത്സാഹനവും അദ്ദേഹത്തിന് ഊർജമായി. കടുത്ത സാമ്പത്തിക
ഞെരുക്കത്തിനിടയിലും സമർത്ഥമായി പഠിച്ച 4 വർഷം കൊണ്ട് LMS ഡിഗ്രി കരസ്ഥമാക്കി അദ്ദേഹം ഡോക്ടറായി. പത്തൊൻപതാം നൂറ്റാണ്ടിലെ കേരളം ശരിക്കും ഒരു ഭ്രാന്താലയം തന്നെയായിരുന്നുവെന്നതിന്റെ തെളിവാണ് ഡോക്ടർ പൽപുവിന്റെ ജീവിതം. തമിഴ്നാടും കന്നഡ മണ്ണുമൊക്കെ ആണ് കേരളത്തിന് ജാതിവെറി തകർത്ത ആ പ്രതിഭയെ സ്വീകരിച്ചത്. പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ പൽപു തിരുവിതാംകൂറിൽ ജോലിക്ക് അപേക്ഷിച്ച് അതും നിഷേധിക്കപ്പെട്ടു. പ്രശ്നം ജാതി തന്നെ. പക്ഷേ അദ്ദേഹം മൈസൂരു സർക്കാരിന്റെ കീഴിൽ ഡോക്ടറായി സേവനം തുടങ്ങി. മാസം 100 രൂപ ശമ്പളത്തിലായിരുന്നു ആദ്യത്തെ ജോലി. ഗോവസൂരി പ്രയോഗത്തിനുള്ള വാക്സിൻ നിർമ്മിക്കാനായി ലിംഫ് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ വാക്സിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അത്. എന്നാൽ വാക്സിന് ഗുണനിലവാരമില്ല എന്ന പേരിൽ സർക്കാർ സ്ഥാപനം അടച്ചു. തുടർന്ന് ബാംഗ്ലൂർ മൈസൂർ സർക്കാരിന്റെ കീഴിൽ ഒരു പുതിയ വാക്സിൻ നിർമ്മാണശാല തുടങ്ങിയപ്പോൾ പൽപു അതിന്റെ മേൽനോട്ടക്കാരനായി നിയമിതനായി. എന്നാൽ മേലുദ്യോഗസ്ഥർ തമ്മിലുള്ള കിടമത്സരം മൂലം ആ സ്ഥാപനത്തിനും പഴയ സ്ഥിതി വന്നു ചേർന്നു. മൈസൂർ സർക്കാരിന്റെ കീഴിൽ സീനിയർ സർജനായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ ബെൻസന്റെ ആവശ്യപ്രകാരം വീണ്ടും ഒരു വാക്സിൻ നിർമ്മാണശാല തുടങ്ങുകയും അതിൽ പൽപുവിന്റെ സേവനം ലഭ്യമാക്കുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം ഡോക്ടർ ബെൻസൺ വിരമിച്ചപ്പോൾ പുതിയ ഉദ്യോഗസ്ഥർ വരികയും അദ്ദേഹത്തിന് വാക്സിൻ നിർമ്മാണത്തിൽ താല്പര്യം കുറയുകയും സ്ഥാപനം നിർത്തുകയും ചെയ്തു. തുടർന്ന് പൽപുവിനെ മറ്റ് ജോലികളിൽ നിയോഗിച്ചു. ഇതിനിടയ്ക്ക് സർക്കാരിന്റെ മെമ്മോറിയലുകളും മറ്റും അയച്ച മദ്രാസ് സർക്കാർ സ്കൂളുകളിലും തസ്തികകളിലും പിന്നാക്കക്കാരെ പ്രവേശിപ്പിക്കാൻ ഡോക്ടർ പൽപുവിന് കഴിഞ്ഞിരുന്നു. താമസിയാതെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വാക്സിൻ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ ചുമതല പൽപുവിനെ ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനെ വിദേശ രാജ്യത്ത് ഉപരിപഠനം നടത്താനുള്ള സാധ്യത തെളിഞ്ഞു. എന്നാൽ കുൽസിത ബുദ്ധിക്കാരായ ചില മേലുദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം അതെല്ലാം നഷ്ടമായി. കഷ്ടത അനുഭവിക്കുന്നവരോടുള്ള അദ്ദേഹത്തിന്റെ അനുകമ്പ തന്റെ ജാതീയരിൽ ഒതുങ്ങിയില്ല. മൈസൂരിലെ തെരുവുകളിൽ അന്തിയുറങ്ങിയ അസംഖ്യം പാവങ്ങൾക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി അദ്ദേഹം തന്റെ ചെലവിൽ കമ്പിളിപ്പതപ്പുകൾ വാങ്ങി നൽകി. മൈസൂരിലായിരുന്നപ്പോൾ അദ്ദേഹം ബാലികർ സമുദായത്തിന് തങ്ങളുടെ ജന്മാവകാശങ്ങൾ നേടിയെടുക്കുവാനായി ഒരു സംഘടനയും രൂപവൽക്കരിച്ചിരുന്നു. സർവീസിൽ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ പൽപു പേരെടുത്തു. 1894 മുതൽ 98 വരെയുള്ള കാലയളവിൽ ഭ്രാന്താശുപത്രി, കുഷ്ഠരോഗാശുപത്രി, മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയവയുടെ ചുമതലയും അദ്ദേഹത്തിന് ലഭിച്ചു. 1896 ബാംഗ്ലൂർ നഗരത്തെ വിറപ്പിച്ച പ്ലേഗ് ബാധ വന്നപ്പോൾ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം അതിനെതിരെ പോരാടി. ശ്മശാനങ്ങളിൽ വരെ അദ്ദേഹം ജോലിയെടുത്തു. ഇതോടെ രോഗം വരുമെന്ന ഭയന്ന ക്യാമ്പിലുണ്ടായിരുന്ന ചിലർ അദ്ദേഹത്തെ വധിക്കാൻ വരെ ശ്രമിച്ചതായി പറയുന്നുണ്ട്. സീനിയർമാരായിരുന്ന ഡോക്ടർമാർ പ്ലേഗിനെ ഭയന്ന് സേവന രംഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. മരണപത്രം നേരത്തെ കൂട്ടി ഒപ്പിട്ട അധികാരികൾക്ക് സമർപ്പിച്ചിട്ടാണ് അദ്ദേഹം കർമ്മനിരതനായി എത്തിക്കുന്നത്. പ്ലേഗ് ക്യാമ്പിൽ ദിനം പ്രതി ശരാശരി 50 വീതം പേരാണ് മരണമടങ്ങിക്കൊണ്ടിരുന്നത്. ചില ദിവസങ്ങളിൽ മരണം 150 കടന്നിട്ടുമുണ്ട്. ബാംഗ്ലൂരുവിൽ മാത്രം 15,000 പേരാണ് പ്ലേഗ് മൂലം മരണമടങ്ങിയത്. ഡോക്ടർ പൽപുവിന്റെ ക്യാമ്പിൽ നിന്ന് നോക്കിയാൽ 8 ശ്മശാനങ്ങളിൽ രാപ്പകൽ ഭേദമന്യേ ശവം കത്തിക്കൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു. പ്ലേഗ് ശമിച്ചപ്പോൾ ഇന്ത്യൻ സർക്കാരിലെ സർജന്റ് ജനറലും സാനിറ്ററി കമ്മീഷണറും മൈസൂർ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ഡോക്ടർ പൽപുവിന്റെ ക്യാമ്പുകൾ മറ്റ് ക്യാമ്പുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതും സുരക്ഷിതവുമാണെന്ന് അവർ കണ്ടെത്തി. ഇതോടെ എല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തി. ബ്രിട്ടീഷ് രാജ്ഞി ആഫ്രിക്കയിലേക്ക് ജോലി വാഗ്ദാനം നൽകി എങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല. സ്തുത്യർഹമായ സേവനങ്ങൾ മാനിച്ച മൈസൂർ സർക്കാർ അദ്ദേഹത്തെ വിദേശത്ത് ഉപരിപഠനത്തിനായി അയച്ചു. ഇംഗ്ലണ്ടിലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പഠിച്ചു. പാരീസ്, ജർമ്മനി, ജനീവ, റോം തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും അദ്ദേഹം 1.5 വർഷക്കാലം പഠനം നടത്തി. കേംബ്രിഡ്ജിലും പാരീസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അദ്ദേഹം പ്രവർത്തിച്ചു. കേംബ്രിഡ്ജിൽ നിന്ന് ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്തും ലണ്ടനിൽ നിന്ന് FRPH ബിരുദവും നേടി.
ഇന്ത്യയിൽ സാമാന്യം പ്രശസ്തനായിരുന്ന അദ്ദേഹത്തിന് വിദേശത്ത് നിരവധി ജോലി വാഗ്ദാനങ്ങൾ ലഭിച്ചു. എന്നാൽ അതെല്ലാം തിരസ്കരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. നീണ്ട 35 വർഷത്തെ പൊതുസേവനത്തിന് ശേഷം അദ്ദേഹം 1920 വിരമിച്ചത്. വിരമിക്കുന്നതിന് തൊട്ട് മുൻപും അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് വരാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇത്രയും യോഗ്യതയുണ്ടായിട്ടും ജാതി അദ്ദേഹത്തിന് വിലക്കായി നിൽക്കുകയായിരുന്നു. പക്ഷേ ഒരു ഡോക്ടറെക്കാൾ പൽപ്പു സ്മരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ പേരിലാണ്. തിരുവിതാംകൂർ സർക്കാർ ജോലിയിൽ അധികൃതർക്ക് പ്രവേശനമില്ലാത്ത അവസ്ഥ മാറ്റിയെടുക്കാൻ അദ്ദേഹം നിരന്തരം പോരാടി. 5 രൂപയിൽ മേലെ ശമ്പളമുള്ള ഒരു ജോലിയും അക്കാലത്ത് ഈഴവർക്ക് ലഭിക്കുമായിരുന്നില്ല. താൻ ജനിച്ച മണ്ണിലെ ഈ അനീതിക്കെതിരെ പ്രവർത്തിക്കാൻ ഡോക്ടർ പൽപ്പു തീരുമാനിച്ചു. മെഡിക്കൽ സ്കൂളുകളിൽ തനിക്ക് പ്രവേശനം നിഷേധിച്ചതിന്റെയും ജ്യേഷ്ഠനും തനിക്കും ഉദ്യോഗം നിരസിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നും ചോദിച്ച അദ്ദേഹം തിരുവിതാംകൂർ ദിവാന് പരാതി എഴുതി. ജാതിഭ്രാന്തന്മാർ കാട്ടുന്ന അനീതികൾക്കെതിരെ പത്രമാധ്യമങ്ങളിൽ അദ്ദേഹം നിരന്തരം എഴുതി. കേരളത്തിലെ പിന്നാക്കക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന സാമൂഹിക ദുരാചാരങ്ങളെ പരാമർശിച്ച അദ്ദേഹം ഇന്ത്യയിലെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ പല ലേഖനങ്ങളും എഴുതി. ഈഴവരുടെ അധസ്ഥിതിയെ ചൂണ്ടിക്കാണിച്ച താൻ അയച്ച പരാതികളും പത്രങ്ങളിൽ താൻ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും ക്രോഡീകരിച്ച അദ്ദേഹം കേരളത്തിലെ തീയന്മാരോടുള്ള പെരുമാറ്റം എന്ന പേരിൽ പുസ്തകം ഇറക്കി. 1885 മുതൽ 1924 വരെ ശ്രീമുനം തിരുനാളായിരുന്നു തിരുവിതാംകൂർ വാണിരുന്നത്. അക്കാലത്ത് പരദേശികളായ തമിഴ് ബ്രാഹ്മണർക്കായിരുന്നു ഉദ്യോഗം ലഭിച്ചിരുന്നത്. ഇതിനെതിരെ പൽപ്പുവും കൂട്ടരും നടത്തിയ പ്രക്ഷോഭം ചരിത്രമായി. 1890 നടന്ന ഈ പ്രക്ഷോഭത്തിൽ നായർ, ഈഴവർ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ തുടങ്ങി എല്ലാ ജാതിക്കാരും ഒരുമിച്ച് പങ്കെടുത്തു. തിരുവിതാംകൂർ മഹാരാജാവിന് 1891 സമർപ്പിച്ച മലയാളി മെമ്മോറിയൽ പിന്നോക്ക സമുദായങ്ങൾക്ക് സാമൂഹിക നീതി ലഭ്യമാക്കുന്നതിനുള്ള ആദ്യത്തെ ഒന്നിച്ചുള്ള സാമൂഹിക മുന്നേറ്റവുമായിരുന്നു ഡോക്ടർ പൽപ്പു മൂന്നാമനായി ഒപ്പുവെച്ച് സമർപ്പിച്ച ഈ ഹർജി. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്ന ദിവാൻമാർ അവരുടെ നാട്ടുകാർക്ക് എല്ലാ സർക്കാർ ജോലികളും നീക്കിവെക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു ഹർജി. ഈഴവരുടെ ദുരവസ്ഥയും അവർക്ക് ഏറ്റവും താഴെയുള്ള സർക്കാർ ജോലികൾ പോലും നിഷേധിക്കുന്നതും ഈ മെമ്മോറിയൽ പ്രതിപാദിച്ചു. ഇതേ സമയത്ത് ഇങ്ങനെയുള്ള വിവേചനങ്ങൾ ഇല്ലാതിരുന്ന മലബാർ സംസ്ഥാനത്ത് ഉയർന്ന ജോലികളും ഈഴവർക്ക് ലഭിക്കുന്നതും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഇതിന് മറുപടിയായി 1891 ഏപ്രിൽ 21 സർക്കാർ പറഞ്ഞത് പൊതുവെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞ ഈഴവർ അവരുടെ പരമ്പരാഗത തൊഴിലുകളായ കൃഷി, കയർ നിർമ്മാണം, കള്ള് ചെത്തൽ എന്നിവ തുടർന്ന് ജീവിച്ചാൽ മതി എന്നതായിരുന്നു. ഈ മറുപടിയിൽ ക്ഷുഭിതനായ ഡോക്ടർ പൽപ്പു എഴുത്തുകളിലൂടെ ശക്തമായി തിരിച്ചടിച്ചു. ഭൂരിപക്ഷം ജനങ്ങളോടുള്ള സർക്കാരിന്റെ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം ഒഴിവാക്കാനുള്ള ഏക വഴി ഒത്തൊരുമിച്ചുള്ള പ്രതിഷേധമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടന രൂപവൽക്കരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ആദ്യത്തെ സമ്മേളനത്തിൽ 300-ലധികം ആളുകൾ പങ്കെടുത്തു. ഉച്ചനീചത്വം ഒഴിവാക്കുവാനായി 10,000 ഈഴവർ ഒപ്പുവെച്ച ഒരു ഭീമ ഹർജി സർക്കാരിന് സമർപ്പിക്കുവാൻ ഈ സമ്മേളനത്തിൽ തീരുമാനമായി. ഡോക്ടർ പൽപ്പു ഒപ്പുകൾ ശേഖരിക്കുവാനായി മുന്നിട്ടിറങ്ങി. അങ്ങനെ നിരന്തരമായ പോരാട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കേരള അംബേദ്കർ എന്ന് വിശേഷിപ്പിക്കുന്നതും. ബ്രിട്ടീഷ് നിയമസഭയുടെ ശ്രദ്ധ തിരുവിതാംകൂർ സർക്കാരിന്റെ അനീതികളുടെ നേരെ കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിച്ചു. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യനായ സിസ്റ്റർ നിവേദിതയുടെ ആ കത്തുമായി ഡോക്ടർ പൽപ്പു ബാരിസ്റ്റർ പിള്ളയെ ലണ്ടനിലേക്ക് അയച്ചു. ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹം ഇംഗ്ലീഷ് സാമാജികരിലൂടെ ഈ പ്രശ്നം ബ്രിട്ടീഷ് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഉപരിപഠനത്തിനായി ലണ്ടനിൽ എത്തിയപ്പോൾ ഡോക്ടർ പൽപ്പു ബ്രിട്ടീഷ് നിയമസഭാംഗമായിരുന്ന ദാദാഭായ് നവറോജിയിലൂടെ ബ്രിട്ടീഷ് നിയമസഭയിൽ ഈഴവരുടെ സ്ഥിതിയെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹായത്തോടെ ഇന്ത്യ സെക്രട്ടറിക്ക് നിവേദനവും നൽകി. ഇതിന്റെയൊക്കെ ഫലമായി ബ്രിട്ടീഷ് ഭരണകൂടം തിരുവിതാംകൂറിലെ ഈഴവരുടെ സ്ഥിതിയെക്കുറിച്ച്
അന്വേഷിച്ചു തുടങ്ങി. ദേശീയ മുഖ്യധാരയിലെ പല നേതാക്കളുമായി ഡോക്ടർ പൽപു അടുത്ത ബന്ധം പുലർത്തി. ഗാന്ധിജി, നെഹ്റു തുടങ്ങിയ ദേശീയ നേതാക്കൾക്കും മറ്റും കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഡോക്ടർ പൽപു കാലാകാലങ്ങളിൽ അയച്ച കത്തുകൾ, നിവേദനങ്ങൾ എന്നിവ വിലപ്പെട്ട രേഖകളായി മാറി. 3000ഓളം പേജ് വരുന്ന അത്തരം രേഖകൾ ഡൽഹിയിലെ നെഹ്റു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ, സരോജിനി നായിഡു എന്നിവർ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ ഉൾപ്പെടുന്നുണ്ട്. പലരും അദ്ദേഹത്തെ ഒരു ജാതിയുടെ വക്താവായി വിലയിരുത്തുമ്പോൾ സരോജിനി നായിഡു അദ്ദേഹത്തെ ഒരു മഹാനായ വിപ്ലവകാരി എന്ന് വാഴ്ത്തി. സ്വാമി വിവേകാനന്ദൻ മൈസൂർ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം സ്വാമിയെ ഒരു റിക്ഷയിലിരുത്തി വലിച്ച് മൈസൂർ നഗരം ചുറ്റിക്കാണിച്ചു. ഈ യാത്രയിൽ വച്ചാണ് വിവേകാനന്ദൻ അദ്ദേഹത്തോട് ജനങ്ങളെ ആത്മീയവൽക്കരിക്കാനും വ്യാവസായവൽക്കരിക്കാനും ആവശ്യപ്പെട്ടത്. ഭാരതത്തിലെ ഏതെങ്കിലും ആത്മീയ ഗുരുവുമൊത്ത് പ്രവർത്തിക്കുവാനും പൽപുവിനെ ഉപദേശിച്ചു. ജനങ്ങളെ ആത്മീയവൽക്കരിക്കുവാനും വ്യവസായവൽക്കരിക്കുവാനുമായിരുന്നു അത് അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കാരണമായത്. ഡോക്ടർ പൽപുവിന്റെ ആശയങ്ങളും കർമ്മ പരിപാടികളും ഗുരുവിന് ഇഷ്ടമായി. സാമൂഹിക നീതി ലഭ്യമാക്കാനുള്ള പരിശ്രമത്തിന്റെ ഫലമായി 1903 മെയ് 15 ഗുരുവിന്റെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന SNDP ജന്മമെടുത്തു. ഡോക്ടർ പൽപുവിന് 28 വയസ്സുള്ളപ്പോൾ നാരായണ ഗുരുവിന്റെ സഹപാഠിയായിരുന്ന കൃഷ്ണൻ വൈദ്യന്റെ സഹോദരിയായിരുന്ന PK ഭഗവതി അമ്മയെ വിവാഹം കഴിച്ചു. 2 പെൺമക്കളും 3 ആൺമക്കളും ഈ ദമ്പതിമാർക്കുണ്ടായി. ശ്രീനാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകനായ നടരാജ ഗുരു അദ്ദേഹത്തിന്റെ മകനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വെറും 3 വർഷമേ ഡോക്ടർ പൽപു ജീവിച്ചിരുന്നുള്ളൂ. 1950 ജനുവരി 25 അദ്ദേഹം അന്തരിച്ചു.